ഞാനിപ്പോൾ ഒരു ലിപ്സ്റ്റിക് ലവറായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഹെയർ കെയറും സ്കിൻ കെയറും പോലെ ലിപ് കെയറും അത്യാവശ്യമാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ലിപ് കെയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ ചുണ്ടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു മാജിക്കൽ ആയുർവേദിക് മെഡിസിനാണ് ശതദൗത ഘൃതം. ശുദ്ധമായ ഘൃതം 100 തവണ വെള്ളത്തിൽ കഴുകിയാണ് ശതദൗത ഘൃതം നിർമ്മിക്കുന്നത്. വരണ്ടതും പൊട്ടിപ്പൊളിഞ്ഞ ചുണ്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി നല്ല നിറവും മൃദുത്വവും ഒക്കെ ഇത് നൽകുന്നു. അതുപോലെ ചുണ്ടിലെ കറുപ്പ് നിറം കുറച്ച് ചുണ്ടിലെ ചൂട് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല ശതദൗതഘൃതം നമ്മുടെ ചർമ്മം വളരെ സ്മൂത്തും സോഫ്റ്റും ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബേൺസ്, സൺബേൺസ്, റാഷസ്, അതുപോലെ ചെറിയ കുട്ടികൾക്ക് വരുന്ന ബേബി റാഷസിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതിന് എൻ്റെ ഒരു പെർഫെക്റ്റ് ലിപ് ബാമാണ് ശതദൗതഘൃതം. ഞാൻ രാവിലെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിന് മുമ്പ് വളരെ കുറച്ച് എമൗണ്ട് ഘൃതം എടുത്ത് ചുണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. 1-2 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും. ഇനി രാത്രി നമ്മൾ രാവിലെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ എമൗണ്ട് അപ്ലൈ ചെയ്യാം. നമുക്കിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് എടുത്ത് ലിപ്പിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കിടന്നുറങ്ങാം. ഇത് തുടച്ച് കളയേണ്ട ആവശ്യമില്ല. വളരെയധികം വരണ്ട ചുണ്ടുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, എക്സ്ട്രീം ഡ്രൈ ലിപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ഒരു 2-3 തവണ ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. ഇത് കെമിക്കൽ ഫ്രീയും സ്റ്റെറോയിഡ് ഫ്രീയും ഒക്കെയാണ്. നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.